ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ രണ്ടാളും അങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാളും മാത്രമല്ല രണ്ടുപേരും കൂടിയുണ്ട്. നമ്മളെ കസിൻസ് നമ്മളെ പയ്യോളി സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളത് സ്പീഡിൽ നടന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മളാണ് കേട്ടോ ഫസ്റ്റ് പയ്യോളി സ്റ്റാൻഡിലെത്തിയത്. ഇത് അപൂർവങ്ങളിൽ അപൂർവം മാത്രം നടക്കുന്നൊരു എന്താ പറയുക ഒരു ഇതാണ്. കാരണം ഞാൻ എപ്പോഴും ലേറ്റായിട്ടാണ് എത്താറ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേന്നാണല്ലോ. അങ്ങനെ ഞങ്ങളിത് അവരെയും കാത്തു ഒത്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഓലെത്തി. അധികം കാത്തിരിക്കേണ്ടിയൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ ഓരെത്തി. നമ്മളുടെ ഫസ്റ്റ് ബസ്സിൽ തന്നെ കയറി. നമ്മൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ ലേറ്റ് ആയില്ല. നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചു. തിയേറ്ററിൻ്റെ മുമ്പിൽ വന്നിറങ്ങി. ഇതേതാ തിയേറ്റർ എന്നുള്ള പേര് എന്നോട് മറന്നുപോയി. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയത്, അതുകൊണ്ട് അതിനുള്ള ടൈമൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗായിരുന്നു. സൺഡേ നമ്മൾ ഫിലിമിന് പോയത്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ ഇന്ന് ട്യൂസ്ഡേ ആവേണ്ടി വന്ന് കുറച്ച് ലാഗായിപ്പോയി. സാരമില്ലല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഫിലിം കാണാൻ വേണ്ടി കയറി. ഇതാണ് ഗൈസ് ആ ഫിലിം. നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങൾ കണ്ടവരൊക്കെ പറ. ഇത് ആ ഒരു റിവ്യൂവിനനുസരിച്ച അത്രയ്ക്ക് ഹൈപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. റിവ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു. പക്ഷെങ്കിൽ ഓക്കെയാണ്. പക്ഷെങ്കിൽ ഞാൻ കണ്ട റിവ്യൂവിൻ്റെ അത്ര അങ്ങോട്ട് എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മളിത് വേഗം തന്നെ വീട്ടിൽ പോകുന്നുണ്ട്. കാരണം വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഫുഡൊക്കെ വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.